മകൻ നക്ഷത്രക്കാർ പൊതുവെ ഇൻബോൺ ലീഡേഴ്സ് ആണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനല്ല, റൂൾ ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ. നിങ്ങൾ സാധാരണ ആളുകളുമല്ല. മാർച്ച് മാസം നിങ്ങൾ ഡൗൺ ആക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവർ. റെസ്പെക്റ്റ് കുറച്ച പോലെ തോന്നിച്ചിരിക്കും. പക്ഷെ ഏപ്രിലിൽ പവർ ഒന്ന് റീക്ലെയിം ചെയ്യണ ഒരു മാസം തന്നെയാണ്. മകൻ നക്ഷത്രക്കാരെ കുറിച്ച് മറ്റുള്ളവർ പറയണത് ഭയങ്കര പ്രൗഡാണ്, ഈഗോ കൂടുതലാണ്, അതോറിറ്റി ഫീല് ഭയങ്കരമായിട്ടുള്ളവരാണ്. പക്ഷെ ഒന്നും പറയാതെ ഒരു ഇഡൻ ട്രൂത്ത് ഉണ്ട്. റോയൽ ബ്ലഡ് മൈൻഡ് സെറ്റ് ആണ്. അതായത് രാജാവിനെ പോലെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാണ്. നിങ്ങൾക്ക് നാച്ചുറലി ലീഡർഷിപ്പ് ഉണ്ട്. നിങ്ങൾ ക്രൗഡ് ഫോളോ ചെയ്യുന്നവരല്ല, അത് മറ്റുള്ളവരെ പോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവരുടെ നിന്ന് എന്തായാലും ഡിസ്റ്റൻസ് എടുക്കും. മറ്റൊരു സീക്രട്ട് പറഞ്ഞാൽ കമാൻഡിങ് പ്രസൻസ് ആണ്. ഒരു റൂമിൽ കയറുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. ലെഗസി മൈൻഡ് സെറ്റാണ്. ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ഷോർട്ട് ടേം സക്സസ്സേ ആവശ്യമില്ല. നിങ്ങൾക്ക് പേര്, സ്റ്റാറ്റസ്, പവർ ഇതൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഈഗോ ക്ലാഷ് എപ്പോഴും ഉണ്ടാവും. ദേഷ്യം എപ്പോഴും വരും. സുപ്പീരിയറിറ്റിയും ഫീൽ ചെയ്യും. പോസിറ്റീവ് സൈഡ് എന്നാൽ ലീഡർഷിപ്പ്, കോൺഫിഡൻസ്, അതോറിറ്റി എല്ലാം ഉണ്ടാവും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ആളുകൾ ലീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. മാർച്ച് മാസം മകൻ നക്ഷത്രക്കാർക്ക് ഈഗോ ടെസ്റ്റ് മന്തായിരുന്നു. കരിയറിലാണെങ്കിലും ജോലിയിലാണെങ്കിലും റെക്കഗ്നിഷൻ എന്തായാലും കുറവായിരുന്നു. അതോറിറ്റി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്പെക്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. സാമ്പത്തിക നോക്കുകയാണെങ്കിൽ ഇൻകം നോർമൽ ആയിരിക്കും, പക്ഷെ സാറ്റിസ്ഫിക്കേഷൻ ഇല്ലാതാവും. കൂടുതൽ വേണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഒക്കെ ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടാവും. ചിലർക്ക് ബ്രേക്കപ്പ്, ഫൈറ്റ് ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആങ്കർ, ഫ്രസ്ട്രേഷൻ, എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. മാർച്ച് നിങ്ങളെ ചലഞ്ച് ചെയ്തു. ഈഗോ നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏപ്രിൽ മാസത്തിൽ ഇതിനെല്ലാം ചെറിയൊരു അയവാണ് നിങ്ങൾക്ക് വരിക. ലീഡർഷിപ്പ് റോള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാനും ചാൻസ് ഉണ്ട്. അതിന് വാശി പിടിച്ച അതിന്റെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ചാൻസ് വരുള്ളൂ. റെക്കഗ്നിഷൻ എന്തായാലും ജോലിയിൽ വരും. നിങ്ങൾക്ക് കമാൻഡ് പൊസിഷൻ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം കുറച്ച് ഇംപ്രൂവ് ചെയ്യും. ഹൈ ലെവൽ ഏർണിങ്സ് സാധ്യതയുണ്ട്. സ്റ്റാറ്റസും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലക്ഷറി സാധനത്തിനുള്ള സ്പെൻഡിങ് ഒക്കെ എന്തായാലും കൂടും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് കൂടും. കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ സക്സസ് എന്തായാലും ഉണ്ടാവും. ലീഡർഷിപ്പ് റോൾ എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഏപ്രിലിൽ സ്ട്രോങ് അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും. ആളുകളെ നിങ്ങളെ അഡ്മയർ ചെയ്യും. റെസ്പെക്ട് ബേസ്ഡ് ലവ് ആണ്. ചിലർക്ക് പവർഫുൾ പാർട്ട്ണർ എന്തായാലും എൻട്രി ആവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡൊമിനേറ്റ് ചെയ്യും. ശ്രദ്ധിക്കണം, ഈഗോ കൺട്രോൾ ചെയ്യണം. റെസ്പെക്ട്, ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് എന്തായാലും നിങ്ങൾക്ക് വേണം. ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണ ഒരു മന്താണ്. ഏപ്രിൽ ആദ്യം തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെയും നല്ലത്. വലിയ ഡീൽസ് ഒക്കെ സാധ്യതയുണ്ട്. ഏപ്രിലിൽ ലീഡറിൻ്റെ എനർജി കുറച്ച് ആക്റ്റീവ് ആവും. ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ചിലരൊക്കെ ഫോളോ ചെയ്യും. നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യും. നിങ്ങൾ പറയുന്നതിന് വാല്യൂ ഉണ്ടാവും. നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ ഇംപ്രസ് ചെയ്യാനും ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരും. നിങ്ങൾക്കത് ഫീൽ ആവും, ഐ ആം ബാക്ക് എന്ന്. ഈഗോ കൊണ്ട് റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യരുത്. ഭയങ്കര അറഗൻ്റായിട്ട് പെരുമാറിട്ട് അവോയ്ഡ് ചെയ്യണം. പവർ ശരിയായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു സക്സസ് എന്തായാലും ഉണ്ടാവും. മകൻ നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ ചലഞ്ച് ചെയ്യൂ. ഏപ്രിൽ നിങ്ങളെ കുറച്ച് രാജകീയമായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യും. എന്തായാലും ഒരു ചാൻസ് കിട്ടും പവർ റീക്ലെയിം ചെയ്യാൻ. ഈഗോ കൺട്രോൾ ചെയ്തിട്ട് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏപ്രിൽ അവസാനമാകുമ്പോൾ റെസ്പെക്റ്റും പവറും സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും.